ന്നവരുടെ കഥ കേട്ടില്ലേ? കേട്ടോളൂ. ഈ ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കണം. സത്യത്തിനെതിരെ മുഷ്ടി ചുരുട്ടാറുണ്ടോ നിങ്ങൾ? സത്യത്തിനെതിരെ കണ്ണുരുട്ടാറുണ്ടോ നിങ്ങൾ? സത്യം പറഞ്ഞതിന്റെ പേരിൽ കല്ലെറിയാറുണ്ടോ നിങ്ങൾ? സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ കൂക്കി വിളിക്കാറുണ്ടോ നിങ്ങൾ? സത്യം പറഞ്ഞവരെ പിരിച്ചുവിടാറുണ്ടോ നിങ്ങൾ? എന്നാ കേട്ടോ, യാ ഹസ്രതൻ അലൽ ഇബാദ്, യാ ഹസ്രതൻ അലൽ ഇബാദ്. ഒരു വിഭാഗം ജനതയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. യാ ഹസ്രതൻ അലൽ ഇബാദ്, ഒരു വിഭാഗത്തിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണ്. മാ യഅ്തീഹിം മിർ റസൂൽ, ഒരൊറ്റ പ്രവാചകനും അവരിലേക്ക് കടന്നു ചെല്ലുന്നില്ല. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, സത്യത്തിന്റെ സന്ദേശവുമായി ഒരാൾ അവരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പ്രവാചകന്മാര് കടന്നു ചെല്ലുമ്പോ, ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരെ പരിഹസിക്കാതെ അവര് വിടില്ല. പ്രവാചകന്മാരെ പരിഹസിച്ചല്ലാതെ വിടില്ല. ഏതൊരു ദൈവദൂതൻ ഉദയം ചെയ്താലും പരിഹസിക്കാതെ വിടാത്ത ഒരു ജനതയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. ഇതാണ് ആശയം. യാ ഹസ്രതൻ അലൽ ഇബാദി മാ യഅ്തീഹിം മിർ റസൂൽ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. പ്രവാചകന്മാരെ പരിഹസിച്ച ആ ടീമിന് മുഴുവനും ദുരന്തങ്ങൾ വന്നിട്ടുണ്ട്. നൂഹ് നബിയെ പരിഹസിച്ചവർക്ക് കണ്ടില്ലേ നിങ്ങൾ പ്രളയം? ഹൂദ് നബി അലൈഹിസ്സലാമിനെ പരിഹസിച്ചവർക്ക് ആദ് സമൂഹത്തിന്റെ നാശം കണ്ടില്ലേ നിങ്ങൾ? സാലിഹ് നബിയെ കൊഞ്ഞനം കുത്തിയ സമൂദ് ഗോത്രത്തിന്റെ നാശത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അതൊക്കെ പറയണം, അപ്പോഴേ ഇത് മനസ്സിലാകൂ. പക്ഷേ അതിലേക്ക് കടക്കുന്നില്ല. കാരണം നമ്മൾ അതിലേറെ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ പലപ്പോഴും കേട്ടു പരിചയമുള്ളവരായിരിക്കും. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, ഒരൊറ്റ പ്രവാചകനെയും പരിഹസിക്കാൻ പാടില്ല. എന്നാൽ പ്രവാചകന്മാരെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നബിയെ. നബിയെ സമാധാനിപ്പിക്കാൻ നബി കവിയാണെന്ന് വിളിച്ചു പറഞ്ഞു. നമ്മൾ പറയാൻ പോകുന്നുണ്ട്, വമാ അല്ലംനാഹു ശിഅറ, സൂറത്തു യാസീനിൽ വരാൻ പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കവന പാഠവമില്ലായിരുന്നു എന്ന് പറയാൻ പോകുന്നുണ്ട്. പറയാൻ പോകുന്നു, നബിയെ കവിയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെൺഭ്രാന്തനാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സാഹിറാണ്, മായാജാലക്കാരനാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങേയറ്റത്തെ മാരണക്കാരനാണെന്ന് അവർ പ്രചരിപ്പിച്ചു. ഖദ്ദാബാണ്, കള്ളനാണ് എന്ന് പ്രചരിപ്പിച്ചു. മജ്നൂനാണ്, ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കളിയാക്കി. ആ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കുത്തിയവന് കിട്ടിയ ദുരന്തമാണ്, വലീദ് ഇബ്നുൽ മുഗീറയ്ക്ക് കിട്ടിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടുകഴിഞ്ഞത്. എന്നാൽ ഓർക്കുക, അതേ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പരിഹസിച്ചു കൊണ്ടിരുന്നപ്പോ അല്ലാഹ് പറഞ്ഞു, നബിയേ വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. നിങ്ങളുടെ മുമ്പ് ഏതൊക്കെ പ്രവാചകന്മാർ വന്നോ അവരെയൊക്കെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് അവരൊക്കെ പരിഹസിച്ചതിന്റെ പരിണതി അവർക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് നബിയേ. പ്രവാചകന്മാരെ കൊച്ചാക്കിയ, പ്രവാചകന്മാരെ മക്കാറാക്കിയ ഒരു ജനതയും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, കൂട്ടത്തിലൊരു കാര്യം ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ സമൂഹത്തിനകത്തു നിന്ന് നമ്മൾ ശല്യം ചെയ്യരുത്. പുറത്തു നിന്ന് ഏതാലുമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു, അത് പ്രചരിപ്പിച്ചിരുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അതിനെതിരാണ് നേരത്തെ നമ്മൾ കേട്ടത്. അതെത്ര വലിയ പോപ്പ് പറഞ്ഞാലും മാപ്പർഹിക്കാത്തതാണ്. അള്ളാഹുവിന്റെ ഹബീബ് വാളുകൊണ്ടാണ് ദീന് പ്രചരിപ്പിച്ചതെന്ന് ദീൻ വിരോധികൾ പറഞ്ഞാൽ നമ്മളത് സമ്മതിക്കില്ല. എല്ലാവരും മുത്തുനബിയെ പരിഹസിക്കും. എന്നാൽ സമൂഹത്തിനകത്തു നിന്ന് മുത്തുനബിയെ പരിഹസിക്കരുത്. ഏതുപോലെ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ
മൂസാ, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ പുറത്തുള്ളവർ മാത്രമല്ല അകത്തുള്ള കക്ഷികളും പരിഹസിക്കുകയായിരുന്നു. അവർ വല്ലാതെ കൊഞ്ഞനം കുത്തി. അവർ മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിന്റെ ഈ സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങൾ അവരെ സംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് മൂസാ നബി. ആ സമയത്ത് അവരുടെ സംസ്കാരശൂന്യമായ സ്വഭാവങ്ങളോട് മൂസ നബി പൊരുത്തപ്പെടാത്തത് കൊണ്ട് അവർ മൂസ നബിയെ കുറിച്ച് വെറുതെ അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കി. മൂസാ നബി അലൈഹിസ്സലാം തുണിയുടുത്തേ കുളിക്കും. അപ്പൊ ഇവര് പറഞ്ഞുണ്ടാക്കി മൂസാ നബി അലൈഹിസ്സലാമിന് എന്തോ രഹസ്യ രോഗമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് തെളിയിച്ചു കൊടുത്തു. ഇല്ല എന്നൊരു അത്ഭുത സംഭവത്തിലൂടെ ഒരു ദിവസം തെളിയിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം കുളിക്കുമ്പോ ചെറിയൊരു മുണ്ടല്ലേ ഇറങ്ങുമ്പോൾ ഉടുക്കുള്ളൂ. ആ മുണ്ട് ഉടുത്ത് ബഹറിലിറങ്ങി പുറത്ത് കയറിയിട്ട് കരക്കത്ത് കയറിയിട്ട് തുണി മാറ്റിയിട്ട് വേണം പോകാനെന്ന് കരുതിയതാണ്. പക്ഷേ കരക്കത്ത് വെച്ച ഉണങ്ങിയ തുണി പിടിക്കാൻ വേണ്ടി വന്നപ്പോ ആ തുണി ഓടി. അപ്പൊ നനഞ്ഞ തുണി പലപ്പോഴും ശരീരത്തിലേക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കും. മൂസാ നബി അലൈഹിസ്സലാമിന് ഇവര് പാനിയാണെന്നായിരുന്നു പറഞ്ഞുണ്ടാക്കിയിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന് വൃഷ്ണത്തിന് വീക്കമുണ്ടെന്നായിരുന്നു, മണിവീക്കമാണെന്നാണ് ഇവർ പറഞ്ഞുണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. കാരണം എന്താ? തുണി ഉടുത്തു കുളിക്കുന്നു എന്നുള്ളതുകൊണ്ട്. ഇവർക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. നേരത്തെ തന്നെ 1/2 കിലോമീറ്റർ അങ്ങേപ്പുറത്ത് കഴിച്ചു വെച്ച് അങ്ങനെ അങ്ങോട്ട് വരില്ല. അങ്ങനെ ഒരു സാധനം തന്നെ കയ്യിലുള്ള യാതൊരു ബോധവും ഇല്ലാതെ അങ്ങനെ ഒരു ടീമായിരുന്നു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഈ സംസ്കാരം കണ്ടപ്പോ ഇവരിത് പറഞ്ഞുണ്ടാക്കി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഔറത്ത് അല്ലാഹു കാണിച്ചില്ലെങ്കിലും സംഗതി നനഞ്ഞ വസ്ത്രമാകുമ്പോ സംഗതി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ വേഗം തിരിയാൻ പറ്റുമല്ലോ. അത്രത്തോളമൊക്കെ സംഭവിച്ചു. ആ സംഭവത്തെ കുറിച്ച് ആ ഖുർആൻ അത് പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളെ ഒരു ഉത്ബോധനം നടത്തിയിട്ടുണ്ട്. മൂസാ നബിയുടെ ഖൗമ്, മൂസാ നബിയിൽ വിശ്വസിച്ച ബനൂ ഇസ്രായേൽ മൂസാ നബിയെ ശല്യപ്പെടുത്തിയെങ്കിൽ അല്ലാഹു മുഅ്മിനീങ്ങളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹന്നാസ് നല്ല ശ്രദ്ധിച്ചോ. അല്ലാഹുവിന്റെ ഹബീബിനെ അവസരം കിട്ടുമ്പോഴൊക്കെ കൊച്ചാക്കുന്ന വ്യതിയാന ചിന്താഗതിക്കാർ കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ. ഓ മാപ്പിളമാരെ, ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ. മൂസ നബിയെ ശല്യം ചെയ്ത സ്വന്തം ടീമിനെ പോലെ നിങ്ങളാവരുത് കേട്ടോ. നിങ്ങളെ നേതാവിനെ ശല്യം ചെയ്യരുത്. ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ. മൂസാ നബിയെ ശല്യം ചെയ്തവരെ പോലെ നിങ്ങളാവരുത് മുഅ്മിനീങ്ങളെ. ആ ശല്യമാണ് ഇന്ന് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ സാധാരണ മനുഷ്യനല്ല. ഇമാം റാസി പറഞ്ഞില്ലേ, മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യാഖൂതുൻ ഹജറുൻ ലാ കൽ ഹജരി. മുഹമ്മദ് മനുഷ്യനാണ്. അതാ ഇന്നലെ നമ്മൾ കേട്ടത്. ഇന്നലെ കേട്ടതാണ്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. മനുഷ്യനാണ്. തിന്നും കുടിക്കും, ഭാര്യമാരുണ്ടാവും, കുട്ടികളുണ്ടാവും, ഒക്കെ ഉണ്ടാകും. പക്ഷേ ലാക്കൽ ബശരി, ഒരു സാധാരണ മനുഷ്യനല്ല. നമ്മളെപ്പോലെ പഴക്കില്ല. നമ്മളെപ്പോലെയുള്ള കാര്യങ്ങളൊന്നും മുത്തുനബിയിൽ നിന്ന് വരില്ല. ആ നബിതങ്ങൾ നമ്മളെപ്പോലെ പഴക്കുന്നവരാണെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. അതിനിവർ പറയുന്ന വലിയൊരു ന്യായം എന്താണെന്നറിയോ നിങ്ങൾ? ഇത് പറയുന്നവർ പറയാറുള്ള വലിയൊരു ന്യായം, മനുഷ്യനാണെന്ന് തെളിയണ്ടേ. മനുഷ്യനാണെന്ന് തെളിയുന്നതിന് തിന്നാലും കുടിച്ചാലും തന്നെ മതിയെമ്പാടും. അതിന് തെറ്റ് ചെയ്തോളണമെന്നില്ല. മനുഷ്യനാണെന്ന് തെളിയാൻ തിന്നാലും കുടിച്ചാലും മതി. മാനുഷികമായ പ്രവർത്തനങ്ങൾ പലതും ഉണ്ടായാൽ മതി. അതിന് തെറ്റ് ചെയ്ത് ആ നബിനെ വഷളാക്കണോ, പാപ്പ പോസ്റ്റിൽ കിടത്തിയെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ഹബീബ് മനുഷ്യനാകൂ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അവൻ തെറ്റു ചെയ്തേ പറ്റൂ എന്നൊരു നിർബന്ധം ഉള്ളതുപോലെ ഉണ്ടല്ലോ ഇതിൽ? ഒരിക്കലുമില്ല. ഇങ്ങനെ പറയാനും പാടില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് സാധാരണ മനുഷ്യനാണെന്ന പ്രയോഗം ബുദ്ധിയുള്ള ഒരു മനുഷ്യനും നടത്താത്ത പ്രയോഗമാണ്. അത് നടത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിലും വലിയ ശല്യം എന്തെങ്കിലും ഉണ്ടാവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ രക്ഷപ്പെട്ടവരായിരിക്കെ അവരെ കുറിച്ച് അവർ നരകത്തിലാണെന്ന് പ്രഖ്യാപിക്കാം. എന്തോ ആവട്ടെ കൂട്ടുകാരെ, അത് നരകത്തിലാണെന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവരോട് തന്നെ ചോദിക്കട്ടെ,
അങ്ങനെയാണ് അവരുടെ വിശ്വാസം എന്ന് വെക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ നരകത്തിലാണ്. അത് പറയുന്നത് കൊണ്ട് ഇവർക്ക് വല്ല നേട്ടം കിട്ടാനുണ്ടോ? അതൊന്ന് ആലോചിക്കണമല്ലോ. ഈ പറയുന്നത് കൊണ്ട് എന്ത് നേട്ടം കിട്ടാണ്ട്? എന്റെ വാപ്പ കള്ളുകുടിയനാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, അല്ലെ നിങ്ങളുടെ വാപ്പ കള്ളുകുടിയനാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ വാപ്പ കള്ളുകുടിയനാണെങ്കിൽ ഞാൻ അങ്ങാടിയിൽ നിന്ന് നിങ്ങളെ വാപ്പ കള്ളുകുടിയനാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ കള്ളുകുടിയനാണെങ്കിൽ തന്നെ നിങ്ങൾ സഹിക്കുമോ? പിന്നെ ഇല്ലാത്ത ആരോപണം മാതാപിതാക്കളെ പറ്റി പറയുമ്പോൾ അള്ളാന്റെ റസൂല് വിടുവോ? വിടൂല. ഇങ്ങനെ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായി പോവാൻ പാടില്ല. ഇങ്ങനെ ഒരവസ്ഥ അല്ലറ ചില്ലറ പാകപ്പിഴവുകൾ എന്റെ വാപ്പാന്റെ അടുത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്യമായിട്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടൂല. എന്നാ തീരെ ഇതൊന്നും സംഭവിക്കാത്ത മുത്തു നബിയുടെ വാപ്പ ഉമ്മനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അതൊരിക്കലും പൊരുത്തപ്പെടാൻ പോകുന്നില്ല. ഗൗരവപൂർവം തന്നെ ആ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചോ. അത് നല്ലതിനല്ല. ഇത്തരം വാദങ്ങളും ഇത്തരം പ്രസംഗങ്ങളും ഇത്തരം ലേഖനങ്ങളുമൊക്കെ നമുക്കെതിരായി നാളെ മഹ്ശറിൽ വരുമെന്ന കാര്യം ഓർക്കണം. ആലോചിക്കുക നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ പാടില്ല. ആ കവി പറഞ്ഞതാണ്. ഇമാം റാസിയുടെ തഫ്സീറിൽ ഒരു കവിയുടെ കവിതയായി ഉദ്ധരിച്ചതാണ്. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി, ഏതുപോലെ യാഖൂതുൻ ഹജറുൻ ലാ കൽ ഹജരി. മാണിക്യം കല്ല് തന്നെയാണ്, നല്ല വിലപിടിപ്പുള്ള കല്ലാ മാണിക്യം. പക്ഷേ ലാക്കൽ ഹജരി ലോക്കൽ കല്ല് പോലെയല്ല. മാണിക്യം കല്ലാണെന്ന് കരുതി അമ്മിയും കല്ലാണ്, മാണിക്യവും കല്ലാണ്. പക്ഷെ അമ്മി ഇട്ടതുപോലെ നിലത്തിടുവോ മാണിക്യം? അത് വളരെ ഭദ്രമായി സൂക്ഷിക്കൂലേ? കാരണം വിലപിടിപ്പുള്ള സാധനമാണ്. അതൊരു അസാധാരണ കല്ലത്തിനെ കല്ല് എന്നാരെങ്കിലും പറയോ? എന്നതുപോലെ മാണിക്യത്തെക്കുറിച്ച് കല്ല് എന്നൊരിക്കലും പറയൂല, മാണിക്യക്കല്ല് എന്നേ പറയുള്ളൂ. എന്നതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ചും മനുഷ്യൻ എന്ന് പറഞ്ഞുകൂടാ. പിന്നെയോ അസാധാരണ മനുഷ്യൻ, അങ്ങനെ പറയാൻ കഴിയൂ. അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം അതാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഒരു കാര്യം നമുക്ക് തീർച്ചയായി പറയാം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ അവനൊരു സാധാരണ മനുഷ്യനല്ല. അത് നമുക്ക് വേണമെങ്കിൽ പറയാം. റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് സാധാരണ മനുഷ്യനല്ല, സാധാരണ മനുഷ്യനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്നവൻ അവനൊരു സാധാരണ മനുഷ്യനല്ല. ഓനെന്തോ കാര്യമായി കുഴപ്പമുണ്ട് എന്നർത്ഥം. ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല, അതിൽ സംശയിക്കേണ്ടതുമില്ല. ഹബീബായ നബി തങ്ങൾ സാധാരണക്കാരനാണോ? കേട്ടോ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന നബി തന്നെ പറഞ്ഞു, മാ അനബി മിസ്ലിക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. മാ അശ്മം, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അശ്മംതു അംബറൻ ഖത്തു വലാ മിസ്ക, ഞാൻ അംബർ ചെടി വാസനിച്ചിട്ടില്ല. വലാ മിസ്ക മാ ശമിംതു അംബറൻ ഖത്തു വലാ മിസ്ക, ഞാൻ കസ്തൂരിയും മണത്തിട്ടില്ല. വലാ ശൈഅൻ, എന്നല്ല ഒരു സുഗന്ധദ്രവ്യങ്ങളും ഞാൻ മണത്തിട്ടില്ല. അത്വയബ മിൻ റീഹി റസൂലില്ലാഹി, മുത്തുനബിയുടെ വാസനയേക്കാൾ, മുത്തുനബിയുടെ വിയർപ്പുകണങ്ങളുടെ സുഗന്ധത്തെക്കാൾ നല്ല ഒരു സുഗന്ധം ഞാൻ അത്രയും നല്ല ഒരു നറുമണം ആസ്വദിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. മഹാന്മാരായ ആളുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേ രൂപത്തിൽ തന്നെ ഹദീസിൽ കാണാം, യുസാഫിഹുൽ മുസാഫിഹ, അല്ലാഹുവിന്റെ റസൂൽ ഒരാളെ അങ്ങോട്ട് മുസാഫഹത്ത് ചെയ്താൽ ഫയളില്ലു യൗമഹു യജിദു റിഹഹാ, ആ ദിവസം മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിന് ആ മുസാഫഹത്തിന്റെ വാസന, മുത്തുനബിയുടെ കൈ തട്ടിയാൽ ആ വാസന അന്ന് മുഴുവൻ നിലനിൽക്കും. ഫയളില്ലു യൗമഹു യജിദു റിഹഹാ വയദഉ യദഹു അലാ റഅസി സബി, നബി തങ്ങൾക്ക് കുട്ടികളോട് വലിയ വാത്സല്യമായിരുന്നു. കുട്ടികളോട് വലിയ വാത്സല്യമായിരുന്നു. ഏതൊരു കുട്ടിയെ കണ്ടാലും അവന്റെ കയ്യിൽ തല വെച്ച് നിങ്ങൾ ഇങ്ങനെ തലോടണം എന്ന് റസൂലുള്ള കൽപ്പിക്കാറുണ്ട്. അപ്പോൾ നബി തങ്ങൾ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ തലോടും. ഒരു കുട്ടിയെ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് തലോടിയാൽ
ആ ഹബീബിന്റെ തൃക്കരത്തിന്റെ നറുമണം കാരണം ആ കുട്ടിയെ മറ്റു കുട്ടികളിൽ നിന്ന് പെട്ടെന്നിങ്ങ് തിരിച്ചറിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുട്ടിന്റെ കയ്യിൽ കുട്ടിയുടെ തലയിൽ കൈ തൊട്ടാൽ സുബ്ഹാനല്ലാഹ് വേറെ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവർ ഈ നറുമണം കേട്ടിട്ട് ചോദിച്ചു, തങ്ങൾ നിന്നെ തൊട്ടോ എന്ന് ചോദിക്കും. അതങ്ങനെ നിലനിൽക്കും ആ വാസന. ഈ മുത്തുനബിയെ കുറിച്ച് നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ പറഞ്ഞു, അവിടുത്തെ വിയർപ്പ്, അവിടുത്തെ തണല്, നിഴല്, ഇതിനൊക്കെ പ്രത്യേകതയുണ്ടെന്ന് നമ്മൾ കേട്ടതാണ്, പലപ്പോഴും കേട്ടതാണ്. ഹബീബായ റസൂലുള്ളാഹിയുടെ ദേഹത്തിൽ ഈച്ചയിരിക്കാറില്ല. ഇങ്ങനെ എന്തെല്ലാം സവിശേഷതകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ പറഞ്ഞ് ശല്യം ചെയ്യരുത്, പാപം ചെയ്യുമെന്ന് പറഞ്ഞ് പരിഹസിക്കരുത്. അത് പരിഹസിക്കലല്ലേ റസൂലുള്ളാഹിനെ? പാപം ചെയ്യുമെന്ന് പറഞ്ഞ് മുത്തുനബിയെ പരിഹസിക്കരുത്, കൊഞ്ഞനം കുത്തരുത്. അത് നമുക്ക് അപകടം ചെയ്യും. നബിയെ പരിഹസിക്കുന്നതിന്റെ ഭാഗമാണ് തിരുസുന്നത്തുകളെ പരിഹസിക്കുന്നത്. ആലോചിക്കണം. ഇതൊക്കെ മഹാന്മാർ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് തന്നെ മഹാന്മാർ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. നബിതങ്ങളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ സുന്നത്തിനെ പരിഹസിച്ചാലും അത് നബിതങ്ങളെ പരിഹസിക്കലാണ്. ഉദാഹരണം, താടി വെച്ച ഒരാളെ കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരന് തോന്നാ ഒന്ന് നന്നാവണം. താടി വെച്ചപ്പോ എല്ലാവരും കൂടി അയാളുടെ പിന്നാലെ. ഈ എന്നാ ചങ്ങായി ഒരു മൊല്ലാക്കയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. 80-ലധികം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞെരിയാണിയുടെ താഴോട്ട് മുണ്ട് പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ നിർബന്ധപൂർവം ഇയാളുടെ പാൻസ് നീളം കുറച്ചു. അപ്പൊ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട്, കമ്പനി മുഴുവൻ കൂടിയിട്ട് കണ്ടോ ഒരു മൊല്ലാക്ക വരുന്നത്. ഇന്നലത്തെ വയല് കേട്ടിട്ട് മൂപ്പരിപ്പം മാറിയിരിക്കുക. പാൻസ് ഒക്കെ മുറിച്ച് ബോറ് ചങ്ങായി, അറുബോറൻ. അങ്ങേ പുറത്തോ ജീൻസിന്റെ പാൻറ് ഇങ്ങോട്ട് ശരിക്കും ടൈറ്റ് ഫിറ്റ് ധരിച്ച് അതിൽ തന്നെ ഹോൾസുകളുള്ള, അതുപോലെ തന്നെ ഒരു കാലിൽ തന്നെ 12 പോക്കറ്റ്. ഇതൊക്കെ ഇട്ടിട്ടാ ഓൻ നടക്കണോ? എന്റെ നല്ല മട്ടുള്ള വേഷം. ആലോചിച്ച് നോക്ക്. അറുബോറൻ സംസ്കാരം അതല്ലേ? ആ സംസ്കാരല്ലേ അറുബോറൻ സംസ്കാരം? അതിനൊരു കുഴപ്പമില്ല. ഇവിടെ ഞെരിയാണിയുടെ മേലെ ഒരല്പ തുണി പൊങ്ങിയപ്പോഴേക്ക് ഞാൻ മുതലാളിമാരോട് പറയുന്നു, ചില മുതലാളിമാർക്കൊക്കെ തുണി അങ്ങനോട് കഴിച്ചിട്ടാൽ ഒരു 1/2 മീറ്റർ നിലത്ത് മാർബിൾ തറയിൽ ഇങ്ങനെ വിരിഞ്ഞു കിടക്കണം, അപ്പോഴേ മുതലാളിയാകൂ എന്നൊരു തോന്നലുണ്ട്. വേണ്ടട്ടോ, ഇതൊക്കെ അപകടമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ കൊഞ്ഞനം കുത്തലാണ്. സ്വർണ്ണമോതിരം ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞോ. അള്ളാഹുവിന്റെ റസൂലിന് ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ് സ്വർണ്ണമോതിരം ധരിക്കുക. സ്വർണ്ണാഭരണം പുരുഷന്മാർ ധരിക്കാൻ പാടില്ല. അതൊക്കെ ഒരു ഹരമായി മാറി. ഇസ്ലാമിക ചിഹ്നങ്ങളെ, ഇസ്ലാമിക ആദർശങ്ങളെ, ദർശനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം കളങ്കപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവ താടി വെച്ചവനെ പരിഹസിക്കരുത്, തലമറക്കുന്നവനെ പരിഹസിക്കരുത്. തലമറക്കുന്നവനെ പരിഹസിക്കുക. ഒരു തൊപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. അയാളൊരു തൊപ്പി ഇട്ടിട്ട് ഒരു പ്രവർത്തകൻ താടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ എന്നേ പൊന്നാനിന്ന് ഒന്നൊന്ന് വെക്കും. അത് മതി. അയാൾ പിറ്റേന്ന് തീരുമാനിച്ചു, വേണ്ട, സുന്നത്തൊക്കെ ഭയങ്കര തന്നെ, വയലിൽ ഭയങ്കര കൂലിയും കേട്ടു, നിസ്കരിക്കുമ്പോൾ തലമറച്ചാൽ വലിയ കൂലിയാണ്, അതൊക്കെ കേട്ടു. പക്ഷെ ഈ പരിഹാസം സഹിച്ചൂടാ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് മനസ്സിലാക്കണം, ഇത് പലപ്പോഴും ഈ സുന്നത്തുകളെ പരിഹസിക്കുന്നത് നമുക്ക് ദോഷം ചെയ്യും. കഴിഞ്ഞെങ്കിൽ, കാരണം വേറെ കുറെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അങ്ങോട്ട് എത്തോ എന്നെനിക്കറിയില്ല. കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം, നല്ല നിലക്ക് നടക്കുന്നവരെ പരിഹസിച്ചാലുള്ള ദുരന്തം എന്താണെന്ന്. സ്വലാത്ത് മജ്ലിസ് കേൾക്കുമ്പോൾ സ്വലാത്ത് ഹൽക്കയെ സ്വലാത്ത് ഒലക്ക എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ്. പ്രഭാഷണത്തിലാണ് ഈ പരിഹാസം വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു മൗലവി പ്രസംഗിക്കുന്നത് തൊട്ടടുത്ത നാളിൽ കേട്ടു ഞാൻ. എന്താ അയാൾ പ്രസംഗിക്കുന്നത് എന്നറിയോ? സുന്നി പക്ഷത്തുള്ള ഒരു ഉസ്താദ് ഒരു മൗലവിയോട് ചോദിച്ചത്രേ. അവര് തമ്മിലുള്ള ഗ്രൂപ്പ് വടംവലിയിൽ സംസാരിച്ചപ്പോഴാ പറഞ്ഞത്. ഒരു മൗലവിയോട് സുന്നി പക്ഷത്തുള്ള മുസ്ലിയാർ ചോദിച്ചത്രേ, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതലോ മാതൃഭൂമി വായിക്കലോ മൗലവി ഏറ്റവും നല്ലത്? അപ്പൊ മൗലവി പറഞ്ഞത്രേ, അത് ഖുർആൻ ഓതൽ തന്നെയാണ്. അപ്പൊ ഇങ്ങേ മൗലവി ഗണ്ണിക്കുക, വിവരം വേണ്ടേ? വിവരം വേണ്ടേ? ആ ചോദ്യം എന്നോടായി നോക്കേണ്ടിയിരുന്നു. ഞാൻ പറയും മാതൃഭൂമി വായിക്കലാണ്. നോക്ക് നിങ്ങൾ അതിന്റെ ഒരു ധൈര്യം.
നോക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കൊഞ്ഞനം കുത്താനുള്ള ധൈര്യം, സുന്നത്തിനെ കൊഞ്ഞനം കുത്താനുള്ള ധൈര്യമാണത്. അതിനാണ് ധൈര്യം എന്ന് പറയാം. അവനെ കുറിച്ചാണ് ആൺകുട്ടി എന്ന് പ്രഖ്യാപിക്കേണ്ടത്. എന്നാൽ കരുതിക്കോ, ഈ ആണത്വമുണ്ടല്ലോ, ഇത് അപകടമാകും. വേണ്ട. യാ ഹസ്രതൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. തിരുനബി പ്രകീർത്തനങ്ങളെ കൊച്ചാക്കുന്നു. നബി തങ്ങളെ മദ്ഹ് ചൊല്ലി ഒരു പാട്ട് പാടുമ്പോഴേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥാനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രഭാഷണം നടത്തുമ്പോഴേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനാഘോഷം കൊണ്ടാടുമ്പോഴേക്ക് അവിടെയൊക്കെ ഒരുതരം മുറുമുറുപ്പുമായി കടന്നു വരുന്നവർ, മുറുമുറുപ്പുമായി കടന്നു വരുന്ന ആളുകൾ, അവരുടെ അവസ്ഥയാ പറയുന്നത്. പരിതാപകരമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നീ ഒരു പർദ്ദ ധരിക്കുമ്പോ ആ സഹോദരിയെ പരിഹസിക്കാൻ ധാരാളം ആളുകളുണ്ടാകും. മുഖമക്കനയിടുന്ന പെണ്ണിനെ പരിഹസിക്കാൻ ആളുകളുണ്ടാകും. ഔറത്ത് മറക്കുന്ന പെണ്ണിനെ പരിഹസിക്കാൻ ആളുകളുണ്ടാകും. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ആരെത്ര പരിഹസിച്ചാലും നിങ്ങൾ തളരാൻ പാടില്ല. എന്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് ഞാൻ പറയുന്നു, കുറച്ച് മോഡേൺ ചിന്താഗതിയുള്ളവരോട്, നിങ്ങൾ ധരിക്കുന്നില്ലെങ്കിൽ ധരിക്കണ്ട. ധരിക്കുന്നവരെ കൊച്ചാക്കണ്ട കേട്ടോ. അത് വെറുതെ ആകും. അത് നല്ലതിനല്ല. അത് നിങ്ങൾക്ക് പരിതാപകരമായിരിക്കും. അതിന്റെ അനന്തരഫലം. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നല്ലത് ചെയ്തില്ലെങ്കിലും നല്ലത് ചെയ്യുന്നവരെ കൊഞ്ഞനം കുത്താൻ പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യം ചെയ്യലാണ്. ഇങ്ങനെ ശല്യം ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ത് എന്ന് പിന്നീട് ഞാൻ പറയാം. അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയും. അള്ളാഹുവിന്റെ റസൂലിനെ ശല്യം ചെയ്തവർക്ക് ശക്തമായ ശിക്ഷയാണ്. വല്ലദീന യുദൂന റസൂലല്ലാഹി ലഹും അദാബുൻ അലീം. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ആയത്ത് ഓതിയിരുന്നു, ഓർക്കുന്നുണ്ടാകും. ഇന്നല്ലദീന യൂദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ഇന്ന് പറയുന്നത് അതല്ല. വല്ലദീന യൂദൂന റസൂലല്ലാഹി, അല്ലാഹുവിന്റെ റസൂലിനെ ശല്യം ചെയ്യുന്നവർ, ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. വലിയ അദാബാണ് അവർക്ക് അനുഭവിക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ ശല്യം ചെയ്തവർ ആരെങ്കിലും ഒരാളെന്ന് വെക്കണ്ട. ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യം ചെയ്തവരാരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി, ആ പഹയൻ അല്ലാഹുവിന്റെ റസൂലിനെ ശല്യം ചെയ്തില്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ എളാപ്പയായിരുന്നില്ലേ? ആ അബൂലഹബ് റസൂലുള്ളാഹിനെ ശല്യം ചെയ്തപ്പോ അല്ലാഹു അബൂലഹബിനെതിരെ ഉദ്ധരിച്ച വാക്കുകള്, ആ പരാമർശങ്ങള്, എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു കടന്നുപോയി. ആ പരാമർശങ്ങൾ, എല്ലാ നിയന്ത്രണ വലയങ്ങളും തകർത്താണത് പോയത്. അള്ളാഹിനെ ചീത്ത പറഞ്ഞപ്പോൾ, അള്ളാഹുവിനെ തെറി പറഞ്ഞപ്പോൾ അള്ളാഹുവിനില്ലാത്ത ഒരു പ്രത്യേക രോഷം മുത്തുനബിയെ പറയുമ്പോ കാണാൻ കഴിയും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അള്ളാഹിനെ ചീത്ത പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ, നിങ്ങൾ പറയണം സമൂഹത്തോട്, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. ഇവർ പറയുന്നു അല്ലാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട്, പറയാൻ അനുവദിക്കരുത്. നിങ്ങൾ പറയൂ നബിയെ മറുപടി, അല്ലാഹു സമദ്, അല്ലാഹു ഒരൊറ്റ കുട്ടിയെയും ആശ്രയിക്കാതെ ജീവിക്കുന്നവനാണ്. ലം യലിദ്, എന്നാൽ എല്ലാവർക്കും അവൻ എങ്ങോട്ട് ആശ്രയിക്കും വേണം. സമദിന് ആ രണ്ടർത്ഥം ഉണ്ട്. അപ്പോഴേ ആ അർത്ഥം ആവുള്ളൂ. നിരാശ്രയൻ എന്ന മലയാള പദം ഒരിക്കലും അതിന് പര്യാപ്തമല്ല. അതുകൊണ്ടാണ് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ കഴിയൂല എന്ന് നമ്മൾ പറയുന്നത്, വ്യാഖ്യാനിക്കാനേ കഴിയൂ. അപ്പൊ ഏതാവട്ടെ, ഞാൻ കൂട്ടത്തിൽ പറയുന്നു, അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അവൻ ഒരൊറ്റ കുട്ടിക്കും ജന്മം കൊടുത്തിട്ടില്ല, അവന് മക്കളില്ല. അവന് ഉമ്മയോ വാപ്പയോ, അവന് മറ്റാരോ ജന്മം കൊടുത്തതാണോ? ഉമ്മയോ ഉപ്പയോ ഉണ്ടോ? ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനോട് സദൃശനായി ഒരാളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ പറഞ്ഞു അല്ലാഹു. അല്ലാഹ് മറുപടി പറഞ്ഞില്ല, നബി തങ്ങളെ ഏൽപ്പിച്ചു. നബിയെ നിങ്ങൾ പറയൂ, കാരണം എന്നെ ചീത്ത പറയുമ്പോൾ ഞാൻ അതിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ, അതിന് നിങ്ങൾ മറുപടി പറയണം. പക്ഷെ പറഞ്ഞ മറുപടി വളരെ ഭംഗിയാണ്, അലക്കി തേച്ച പദങ്ങൾ.
അങ്ങനെ ഒഴുക്കിനിങ്ങനെ ഒഴുകാണ്. അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒന്നുമില്ലട്ടോ. ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ. നിങ്ങൾ പറയും പോലെയൊന്നുമല്ല, അത്രമാത്രം. അതേസമയം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഭ്രാന്തനാണെന്ന് പറഞ്ഞു. നബിതങ്ങളൊരു വിഭാഗത്തെ പിടിച്ചിങ്ങനെ പ്രബോധനം നടത്തി അവരെ ഏകദേശം തന്റെ വലയത്തിൽ ഒതുക്കുമ്പോൾ അവരെ വിട്ട് വേറെ ഒരു ടോലിയെ നോക്കി, വേറെ ഒരു കമ്പനിയെ നോക്കി അള്ളാഹുവിന്റെ റസൂല് അവിടെ ചെന്നിട്ട് അവരെ വിളിച്ചു കൂട്ടുമ്പോൾ ഈ ആദ്യം പോയ ടീമിന്റെ അടുത്ത് അബൂലഹബ് ചെല്ലുക. എന്നിട്ട് പറയാണ്, അവൻ എന്തെങ്കിലോട് പറഞ്ഞത്, മുഹമ്മദ് നമ്മുടെ പൂർവ്വ ദൈവങ്ങളെ ഒഴിവാക്കാനാണോ? ഒഴിവാക്കണ്ടട്ടോ, മുഹമ്മദിന് സുഖല്ല, എന്റെ മോനാണ്, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ, തലക്ക് സുഖം കുറവാണ് എന്ന് വാപ്പ. പിന്നെ ഈ നേതാവിന്റെ പ്രസ്ഥാനം എത്രത്തോളം ക്ലച്ച് പിടിക്കും വാപ്പ ഇങ്ങനെ ശല്യം ചെയ്താൽ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ശല്യം ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിനോട് സ്വന്തം കുടുംബക്കാരെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോ അല്ലമീന് വിളിച്ചപ്പോ എല്ലാവരും വന്നല്ലോ. സംഭവമൊക്കറിയാം. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ബിംബാരാധന ഒഴിവാക്കി ഏകനായ റബ്ബിനെ ആരാധിക്കണം, അത് പറയാൻ അല്ലാഹ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ഇവൻ വിളിച്ചു പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം വരട്ടെ, അലിഹാദാ ജമഅതനാ, ഇതിനാണോ നീ ഞങ്ങളെ സമ്മേളിപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴാ അല്ലാഹു തബ്ബത്ത് യദാ അബീ ലഹബ് ഇറക്കിയത്. നബി തങ്ങളെ ശല്യം ചെയ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യം ചെയ്ത്, നിരന്തരം ശല്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന അബൂലഹബിനെ പിടിച്ചു കെട്ടുന്ന പദപ്രയോഗങ്ങളായിരുന്നു. തബ്ബത്ത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ കൈകൾ നശിച്ചു പോകട്ടെ, അതാ നശിക്കട്ടെ അബൂലഹബിന്റെ കൈകൾ. വതബ്, അല്ല അവൻ തന്നെ നശിക്കട്ടെ, അവൻ തന്നെ നശിക്കട്ടെ. അബൂലഹബ് മാത്രല്ല, അബൂലഹബിന്റെ കൈകൾ മാത്രല്ല, അവൻ മുഴുവൻ നശിക്കട്ടെ. എന്റെ ശിക്ഷ അവനിറങ്ങുമ്പോൾ അവന്റെ സാമ്പത്തിക ശേഷിയോ അവന്റെ ഭൗതിക സാഹചര്യങ്ങളോ വമാ കസബ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ മക്കളോ അവൻ ഉപകരിക്കില്ല. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, ഇതൊന്നും അവൻ ഉപകരിക്കില്ല. ഈ കാര്യം ഉറപ്പാണ്. അതങ്ങനെ തന്നെ സംഭവിക്കും ചെയ്തു. തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന് പറയുമ്പോൾ അവിടെ കുൽ തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്നില്ല. ഖാസി ഇമാം പറയാ, എന്താ അതിന്റെ കാരണം? നബിയെ നിങ്ങളെ ചീത്ത പറയുമ്പോൾ നിങ്ങൾ അതിന് മറുപടി പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞാൻ നേരിട്ട് കൊള്ളാം, അതിന് ഞാൻ മറുപടി പറയാം. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഖാസി ഇമാം പറയുന്നത്, ഇതിൽ നിന്ന് നമുക്കൊരു സ്വഭാവം പഠിക്കാനുണ്ട്. സ്വന്തം പ്രയാസങ്ങൾ പ്രയാസമായി കാണരുത്, അന്യരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. അങ്ങനെ ഒരു വലിയ കാര്യം അതിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്നാൽ അത് അല്ലാഹ് പറഞ്ഞപ്പോ ശക്തമായ പദപ്രയോഗങ്ങളിലൂടെയാണ് പറഞ്ഞത്. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞ ആ ഒരു ഒഴുക്ക് കിട്ടൂല കക്ഷിക്കത് കേൾക്കാൻ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബു മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. പൊട്ടിത്തെറിയ ഒരു ഒതുക്കം വാചകങ്ങളിൽ കിട്ടുന്നില്ല, പൊട്ടിത്തെറിക്കാൻ. എന്താ കാരണം? ഹബീബിനെ തൊട്ട് കളിക്കുമ്പോ അങ്ങനെയാണ്. ശക്തമായ അദാബ് വരും, ആരും രക്ഷപ്പെടില്ല. എന്നിട്ടോ സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു, അവൻ നാളെ നരകത്തിൽ കടക്കും, തീജ്വാലകളുള്ള നരകത്തിൽ കടക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു കത്തിയാളുന്ന നരകത്തിൽ അവൻ മാത്രോ. വംറഅതുഹു, അവന്റെ കെട്ടിയോളും വരും. കെട്ടിയോളടക്കം എന്തേ ഖുർആൻ പ്രയോഗിക്കാൻ കാരണം? കെട്ടിയോളടക്കം വിട്ടില്ല. എന്തേ ഖുർആൻ വിടാതിരുന്നത്? ഈ കെട്ടിയോള് ഭർത്താവിന്റെ കൂടെ നിന്നിട്ട് പെണ്ണൊരുത്തി ഒരുമ്പെട്ടാൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ നിദർശനമാണ് ഉമ്മു ജമീലിൽ നിന്ന് പ്രകടമായത്. ഇവള് ഭർത്താവിന്റെ കൂടെ നിന്നിട്ട് മുത്തുനബിയെ ശല്യം ചെയ്തു. ഒരു സമയത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബു മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, ഈ ആയത്തിറങ്ങിയപ്പോ എന്റെ ഭർത്താവിനെ തെറി പറഞ്ഞു അവൻ, അത്ര ധൈര്യമുണ്ടോ അവന് എന്ന് ചോദിച്ച് ഇവളൊരു വലിയ ബോളറും എടുത്തിട്ട് ഒരു വലിയ കല്ലും എടുത്തിട്ട് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് വരിക. മുത്തുനബിയും സിദ്ദീഖുൽ അക്ബറും അവിടെ ഇരിക്കുക.
ചരിത്രം പറയുന്നു കയ്യിലൊരു കല്ലുണ്ട്, അവളിങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടാ വരുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പെണ്ണൊരുത്തി ഒരുമ്പെട്ടാൽ ഒറ്റയ്ക്ക് അവൾ മുദ്രാവാക്യം വിളിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ മുദ്രാവാക്യം വിളിച്ചു വരുന്നത്. ജനങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന, കുറ്റം പറയുന്ന ആ പഹയൻ എവിടെ? മുദമ്മിമന്നാഭൈന, അവന് നമ്മൾ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. വദീനഹു ഖലൈന, അവന്റെ മതത്തോട് നമുക്ക് വെറുപ്പാണ്. വഅംറഹു അസൈന, അവൻ എന്തു പറഞ്ഞാലും അതിനെതിരെ നമ്മൾ ചെയ്യൂ. വഅംറഹു അസൈന. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് തിരുനബിക്കെതിരെയാണ് മുദ്രാവാക്യം, ശക്തമായ മുദ്രാവാക്യം വിളിച്ച് ഒരു പെണ്ണിങ്ങനെ വരുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ രംഗം കണ്ടപ്പോ പറഞ്ഞു, ഇന്നഹാല തജീഉ യാ റസൂലല്ലാഹ്. ആ പ്രയോഗമൊക്കെ ഒന്ന് നോക്ക് നിങ്ങൾ. ഇന്നഹാല തജീഉ യാ റസൂലല്ലാഹ്, നബിയെ ഓള് വരുന്നുണ്ടല്ലോ. കണ്ടോ, അതിലൊരു വലിയ വിഷമമുണ്ട്. ഓനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കാട്ടിയിരുന്നു, ഈ ഓളെ എനിക്കൊന്നും കാട്ടാൻ പറ്റൂലല്ലോ. നബിയേ ഓള് വരുന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാൽ മതി. ആളാരാ കക്ഷിയാരാന്ന് തിരിയും, എപ്പോഴും പണി തന്നെയാ. അതുകൊണ്ട് തന്നെ നബിയേ ആ കയ്യിലുള്ള കല്ലങ്ങയുടെ തലയിൽ പതിക്കുമല്ലോ. സിദ്ദീഖുൽ അക്ബർ കരയാൻ തുടങ്ങിയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, സിദ്ദീഖേ നിനക്ക് ഈമാനില്ല സിദ്ദീഖ്, എന്തിനാ ഈ പേടിക്കുന്നത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ, വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നബിയെ നിങ്ങൾ എപ്പോഴാണോ ഖുർആൻ പാരായണം തുടങ്ങുന്നത്, ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, അന്ന് നിങ്ങളുടെയും സത്യനിഷേധികളുടെയും ഇടയിൽ, ആഖിറത്തിൽ വിശ്വസിക്കാത്ത കക്ഷികളുടെയും ഇടയിൽ ആ ഖുർആനിനെ നാം ഹിജാബൻ മസ്തൂറ, നമ്മളൊരു ശക്തമായ മറ സ്ഥാപിക്കും. നമ്മളൊരു മറ സ്ഥാപിക്കും. ഖുർആനെ മറയാക്കുക എന്നോ അല്ലെങ്കിൽ ഖുർആൻ ഓതിയാൽ വേറെ ഒരു കർട്ടൻ, ആർക്കും കാണാൻ കഴിയാത്ത ഒരു മറ അവരുടെ നിങ്ങളുടെ ഇടയിൽ വരുന്നല്ലേ അല്ലാഹു പറഞ്ഞത്. അപ്പൊ ഞാൻ ഖുർആൻ ഓതാ സിദ്ദീഖ് ഇളയമ മുന്നിൽ വന്നിട്ട് എന്നെ കാണൂല, ഉറപ്പാണ്. അങ്ങനെ റസൂലുള്ളാഹി ഖുർആൻ പാരായണം അങ്ങനെ തുടങ്ങി. സിദ്ദീഖുൽ അക്ബറിന് അത്ഭുതമായി പോയി. ഇളയമ വന്ന് തൊട്ടടുത്ത് നിൽക്കുന്നു, റസൂലുള്ളാഹി വലത്തെ ഭാഗത്തുണ്ട്. സിദ്ദീഖുൽ അക്ബർ കാണുന്നു. എന്നിട്ട് ഇളയമ വന്നിട്ട് ചോദിക്കാ, സിദ്ദീഖേ ഐന സാഹിബുക യാ സിദ്ദീഖ്, സിദ്ദീഖ് എവിടെ നിന്റെ കൂട്ടുകാരൻ, എവിടെ നിന്റെ കൂട്ടുകാരൻ? അവൻ എന്റെ കുടുംബത്തെ തെറി വിളിച്ചു എന്ന് കേട്ടു, അവൻ എന്തൊക്കെയോ അസഭ്യം പുലമ്പി എന്ന് കേട്ടു, കണ്ടോ നീ അവനെ എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ അവൾ കാണുന്നില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടു. എന്നിട്ട് ഇവള് പറഞ്ഞു, പിന്നെ സിദ്ദീഖിനെ നീ മുഹമ്മദിനെ എവിടെയാണെന്ന് എന്ന് മുഹമ്മദ് എവിടെയാണെന്ന് നിനക്ക് അറിയൂലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേച്ച് പോകാം. മുഹമ്മദിനോട് ഈ പറയണം, അലിമത്തു ഖുറൈശുൻ അന്നിബ്നതു സയ്യിദിഹാ, ഖുറൈശി തറവാട്ടുകാര് സമ്മതിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഖുറൈശികളുടെ ലീഡറുടെ മോളാണ്. അന്നിബ്നതു സയ്യിദിഹാ, അവരുടെ നേതാവിന്റെ മോളാ ഞാൻ. ഹർബിന്റെ മോളല്ലേ? ഹർബിന്റെ മോളാണല്ലോ ഉമ്മു ജമീല്. ഹർബിന്റെ മോള അബൂ സുഫിയാന്റെ പെങ്ങള്. അപ്പൊ ഈ ഹർബിന്റെ മോളായതുകൊണ്ട് എന്റെ വാപ്പ ഹർബുണ്ടല്ലോ ചില്ലറക്കാരനായിരുന്നില്ല, പോക്കിരിയായിരുന്നു. അപ്പൊ ആ വാപ്പാന്റെ മകളാകുമ്പോ ഞാനും മോശാവില്ല എന്ന് മമ്മിനോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരട്ടോ പറഞ്ഞു, മുപ്പത്തിയേര് തിരിച്ചുപോയി. കണ്ടോ നിങ്ങൾ, അതാ പറഞ്ഞത് വംറഅതുഹു, അവന്റെ കെട്ടിയോളും നാളെ നരകത്തിൽ വരും, രക്ഷപ്പെടൂല. റസൂലുള്ളാഹിനെ തെറി പറഞ്ഞവരെ വിടൂല. ഇനി നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്രാഹിം ഇബ്നു മുഹമ്മദിൻ തബീബി എന്ന് പറയുന്ന മഹാൻ പറയുന്നു, അന്ന ബഅദ ഉമറാഇൽ മുഗളി, അന്ന ബഅദ ഉമറാഇൽ മുഗളി, മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തനസ്സറ, അയാൾ ക്രിസ്തീയ മതം സ്വീകരിച്ചു, ക്രിസ്ത്യാനിയായി മതം മാറ്റം നടത്തി. തനസ്സറ ധാരാ പറയുന്നത് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അദ്ദുററുൽ കാമിന, ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥാണ്. നബിനെ തെറി പറഞ്ഞവന് കിട്ടിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചതിന് കിട്ടിയ അനന്തര ഫലം കേട്ടോളൂ. ആര്? പ്രവാചക വിരോധികൾ കേൾക്കണം.
ജമാലുദ്ദീൻ ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് ത്വയ്ബി പറയുകയാണ്, ബഹുമാനപ്പെട്ടവർ പറയുന്നു, അന്ന ബഅദ ഉമറാഇൽ മുഗലി, മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ ഒരാൾ തനസ്സറ, ഒരിക്കൽ അയാൾ മതം മാറി നസ്രാനിയായി. അപ്പോൾ ഫഹളറ ഇൻദഹു ജമാഅത്തും മിൻ കിബാരിൻ നസാറ വൽ മുഗലി, മുഗൾ രാജ്യത്തുള്ള നസാറാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് പൗരപ്രധാനികൾ അവിടെ വന്നു. ഒരുപാട് പ്രമാണിമാരവിടെ ഒത്തുകൂടി. കാരണം ഇയാൾ മതം മാറിയ സന്തോഷത്തിൽ. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാ മതം മാറാൻ കാരണം? അപ്പൊ ഇസ്ലാം എനിക്ക് വെറുത്തു എന്നൊക്കെ പറഞ്ഞ് ഇയാൾ സംസാരിക്കുമ്പം വന്ന അങ്ങോട്ട് കടന്നു വന്ന ക്രിസ്തീയ പുരോഹിതരിൽപ്പെട്ട ഒരു പുരോഹിതൻ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം ആരംഭിച്ചു. പ്രഭാഷണത്തിന്റെ ആകത്തുക എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന്റെ വീട്ടിൽ, ഈ പറഞ്ഞ ചക്രവർത്തിയുടെ വീട്ടിൽ അതാ കൂട്ടിൽ കെട്ടിയിട്ട ഒരു വേട്ടപ്പട്ടിയുണ്ട്. അവിടെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ധീരമായ ഒരു പട്ടി അവിടെ കൂട്ടിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ആ പട്ടിക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിക്കുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട സമയത്ത്, ഇത് കേട്ട സമയത്ത് ഫലമ്മ അക്സറ മിൻ ദാലിക, മുത്തുനബിയെ തേജോവധം ചെയ്യുന്നത് ഇവൻ അധികരിപ്പിച്ചപ്പോൾ വസബ അലൈഹിൽ കൽബു, പട്ടിയാളെ ചാടിപ്പിടിച്ചു. വസബ അലൈഹിൽ കൽബ്, എന്ത് കെട്ടിട്ട പട്ടിയാ, കയറ് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ചാടി. വസബ അലൈഹിൽ കൽബു, പട്ടി അയാളുടെ ദേഹത്തിലേക്ക് ചാടിയിട്ട് ഫഹമശഹു, ആ മനുഷ്യനെ കടിച്ചു പൊളിച്ചു. ഫഹമശഹു, ആ മനുഷ്യനെ കടിച്ചു പൊളിച്ചു. ഫഖല്ലസൂഹു മിൻഹും, എല്ലാവരും കൂടെ കൂടിയിട്ട് ഫഖല്ലസൂഹു മിൻഹു, പട്ടിയുടെ ഉപദ്രവത്തിൽ നിന്ന് ഇയാളെ രക്ഷപ്പെടുത്തി. വഖാല ബഅദു മൻ ഹദർ, അപ്പ അവിടെ സന്നിഹിതരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആൾ പറഞ്ഞു, ഹാദാ ബി കലാമിക ഫീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മുഹമ്മദ് മുസ്തഫയെ കുറിച്ച് പറഞ്ഞ നിന്റെ ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നീ ഉപയോഗിച്ച ആ ആരോപണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ കൊച്ചാക്കിയത് കൊണ്ടാണ് ഈ ഒരു ദുരന്തം നിനക്ക് വരാൻ കാരണം. ഹാദാ ബികലാമിക ഫീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, അവന് നാണക്കേടായല്ലോ. ആ സമയത്ത് അവൻ പറഞ്ഞു, കല്ലാ, ഒരിക്കലുമല്ല. ഇവൻ പറഞ്ഞു, ഒരിക്കലുമല്ല. കല്ലാ ബൽ ഹാദൽ കൽബു അസീസുൻ നഫ്സ്. ഇയാൾ പറയുന്നുണ്ടോ, പ്ലേറ്റ് മാറ്റിയിടുക. ഇയാൾ പറഞ്ഞു, ഈ പട്ടി അസീസുൻ നഫ്സ്, ഒരു എന്ന പട്ടിയല്ല, നല്ല ആണത്തുള്ള പട്ടിയാണ്. അസീസുൻ നഫ്സ്, ബൽ ഹാദൽ കൽബു അസീസുൻ നഫ്സ്, നല്ല സ്വന്തം ശരീരത്തെക്കുറിച്ച് മതിപ്പുള്ളവൻ. ഇതാണ് അസീസുൻ നഫ്സ് എന്ന് പറഞ്ഞ ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു വീരനാണ് ഈ പട്ടി. അതുകൊണ്ട് തന്നെ എന്റെ ചില പ്രയോഗങ്ങളല്ല, എന്റെ ചില ആംഗ്യങ്ങൾ അവന് പിടിക്കാത്തത് കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുമ്പം, മുഹമ്മദിനെ തെറി പറഞ്ഞ് പ്രസംഗിക്കുമ്പോ വികാരാവേശത്തിൽ കയ്യും കാലും ഒക്കെ നീട്ടുകയും കുറുക്കുകയും ഒക്കെ ചെയ്തപ്പോ ഞാൻ പറയുന്നു, ഇച്ഛാശക്തിയുള്ള പട്ടിയാണ്. അതുകൊണ്ട് എന്റെ കൈകൊണ്ടൊക്കെ ഞാനിങ്ങനെ ആംഗ്യം കാണിക്കുന്നത് കണ്ടപ്പം ഞാൻ അതിനെ അടിക്കാനൊക്കെ ഒരുങ്ങാണോ വിചാരിച്ചിട്ട് കയറുമെന്ന് കണ്ട് ചാടിയിട്ട് എന്നെ കടിച്ചു മാന്തി പൊളിക്കാൻ ശ്രമിച്ചതാണ് എന്നിവൻ പറഞ്ഞു. എന്നിട്ട് സുമ്മ ആദ ഇലാ മാ കാന ഫീ, വീണ്ടും അവന്റെ മുത്തുനബിയെ കൊഞ്ഞനം കുത്തുന്ന പ്രഭാഷണത്തിലേക്ക് തന്നെ തിരിച്ചു. സുമ്മ ആദ ഇലാ മാ കാന ഫീ, വീണ്ടും തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കിക്കൊണ്ട് പ്രഭാഷണം തുടർന്നു. ഒരുപാട് റസൂലുള്ളാഹി തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. ആ സമയത്ത് പട്ടി കയറ് പൊട്ടിച്ച് രണ്ടാമതിന് ചാടിയിട്ട് അയാളുടെ ചങ്കിനാ ചാടി പിടിച്ചത്. രണ്ടാമത്തെ തവണ ചങ്കിലേക്ക് അങ്ങ് ചാടി, എന്നിട്ട് കഴുത്തിൽ അങ്ങ് പിടിച്ചിട്ട് രണ്ട് കുടച്ചിലങ്ങ് കുടഞ്ഞു. ആ രണ്ട് കുടച്ചിലങ്ങ് കുടഞ്ഞതോടുകൂടെ അതേ ശ്വാസനാളത്തിനങ്ങോട്ട് പിടിച്ചു.
ആ ശ്വാസനാളം കടിച്ചങ്ങ് പൊട്ടിച്ചു, കൊടഞ്ഞു അങ്ങ്. ആ ദുഷ്ടൻ അവിടെ വെച്ച് അതേ സമയത്ത് മരണമടഞ്ഞു. ഇബ്നു ഹജറുൽ അസ്കലാനി എഴുതുകയാണ്, ഒരു ചരിത്ര സംഭവമാണ്. എന്നിട്ട് ഇബ്നു ഹജറുൽ അസ്കലാനി പറയും, അങ്ങനെ ഒന്ന് നടന്നതുകൊണ്ട് വല്ല ഫലവും ഉണ്ടായോ? ഫഅസ്ലമ ബിസബബി ദാലിക നഹു 40,000 മിനൽ മുഗലി. ഈ ഒരൊറ്റ കാരണത്തെ മുൻനിർത്തിയിട്ട് 40,000 മുഗളന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഫഅസ്ലമ ബിസബബി ദാലിക നഹു 40,000 മിനൽ മുഗലി. അദ്ദുററുൽ കാമിന ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി പറയുന്നത് നമുക്ക് ഹരമാണെങ്കിൽ പട്ടി പോലും സഹിക്കില്ല കേട്ടോ. ഇത് നല്ലോണം ആലോചിക്കണം. നമുക്കൊരുപാട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം. മുത്തുനബിയെ വഷളാക്കുന്ന ഒരു പദപ്രയോഗം പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കാൻ പാടില്ല. പ്രവാചകന്മാരെ ധിക്കരിക്കാൻ പാടില്ല. പ്രവാചകന്മാരെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ സുന്നത്തുകളെ കൊച്ചാക്കുന്നതും അതിൽ പെടുമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണുക, ഫഇന്നൽ മുസ്തഹ്സിഈന ബിന്നാസിഹീന അല്ലദീന നീതതു ബിനസാഇഹിം സഅദത്തുദ്ദാറൈൻ. ഇഹപരമോക്ഷം കിട്ടാൻ ആവശ്യമായ ഉപദേശങ്ങൾ നടത്തുന്ന സാരോപദേശകരെ പരിഹസിച്ചാൽ എന്ന് പറഞ്ഞാൽ വയല് കേൾക്കുമ്പോൾ എന്ത് വയല് മോനെ ഇങ്ങനെ നടക്കരുത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിരോധിച്ച കാര്യമാണ്, ചെയ്യല്ല. ആ വേഷം ഒന്ന് മാറ്റി, ആ മോതിരൊന്ന് വലിച്ചെറിയും. എന്തായത്, എന്ത് ഹദീസ്, എന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് വയല്, എനിക്കതൊന്നും കേൾക്കണ്ട. അതേ സാരോപദേശകരെ പരിഹസിക്കുന്നവർ ഖേദിക്കേണ്ടവർക്ക് ഖേദിക്കാൻ പറ്റിയ ടീമാണിവര്. അവരും നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. ദുനിയാവിൽ ആർക്കെങ്കിലുമൊക്കെ പരിതപിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ദാ ഇവരുടെ കാര്യത്തിൽ പരിതപിച്ചോ. ആരുടെ കാര്യത്തിൽ? ദീനിനെ കൊഞ്ഞനം കുത്തുന്ന ടീമിന്റെ കാര്യത്തിൽ പരിഹസിച്ചോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു കാരണവശാലും സാരോപദേശകർ പറയുന്ന വഴന്ന് കേൾക്കുമ്പോ നമ്മൾ അനുസരിച്ചില്ലെങ്കിലും അതിനെ പരിഹസിക്കരുത് കേട്ടോ. അത് അപകടം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ മുസ്തഹ്സിഈന ബിന്നാസ്. ഇവിടെ ജനങ്ങളെ നല്ലത് ചെയ്യുമ്പോൾ പരിഹസിച്ചവരില്ലേ ഫിദ്ദുനിയ, ദുനിയാവിൽ. ഒരു ഹദീസാണ്, കേട്ടോളൂ. യുഫ്തഹു ലഹും യൗമൽ ഖിയാമത്തി ബാബും മിൻ അബ്വാബിൽ ജന്ന. അവർക്ക് നാളെ സ്വർഗ്ഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കും. എന്നിട്ട് ഇവിടെ ദുനിയാവിൽ നിന്ന് അവൻ പരിഹസിച്ചിരുന്നു അബൂബക്കറിനെ. അതാ ആ അബൂബക്കറിനെ കാണുന്നു അവൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു വാതിൽ നരകത്തിലേക്ക് തുറക്കുകയാണ്. എന്നിട്ട് ഫയുഖാലു ലഹു, ഇവരോട് പറയുകയാണ്, ഹലുമ്മ ഹലുമ്മ ഹലുമ്മ, വാ 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 എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ ആരെ വിളിക്കും? ഈ ടീമിനെ വിളിക്കും. എടാ, അന്ന് ഞാൻ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുമ്പോൾ നീ എന്നെ പരിഹസിച്ചില്ലേ? ഞാൻ മഹത്തായ ആ സ്ഥാപനത്തിന്റെ സമ്മേളന പ്രചരണം നടത്തുമ്പം നീ എന്നെ പരിഹസിച്ചില്ലേ? ഒരാലിമിനെ മദ്ഹ് പറയുന്ന സമയത്ത് നീ എന്നെ പരിഹസിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുത്തപ്പോ നീ സ്വലാത്ത് മജ്ലിസിനെ കുതിര കയറിയില്ലേ? അന്ന് ഞാനൊരു താടി വെച്ചപ്പോ, മുത്തു നബിക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്ന് കരുതി ഒരു താടി വെച്ചപ്പോ അന്ന് നീ അതിനെ പരിഹസിച്ചില്ലേ? അന്ന് ഞാൻ പർദ്ദ ധരിച്ചപ്പം മോളെ നീ എന്നെ പരിഹസിച്ചില്ലേ? ഹലുമ്മ ഹലുമ്മ വാ. അന്ന് നീ ചോദിച്ചില്ലേ, ഞാൻ സ്വർഗം കിട്ടാനാണിത് ചെയ്യുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് പറഞ്ഞപ്പോ എന്ത് നരകം, എന്ത് സ്വർഗം എന്ന് ചോദിച്ചില്ലേ? ആ സ്വർഗാണിത്, ആ നരകാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്ക്, നീ അന്ന് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയ സുവിശേഷങ്ങൾ മുഴുവനും ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. നല്ല നല്ല ഹൂരികളിതാ, നല്ല നല്ല ഹൂരികൾ, അതുപോലെ തന്നെ ഭർത്താക്കന്മാര് എല്ലാവരുമുണ്ട്. അതുപോലെ സ്വർഗീയ പഴങ്ങളും അതേ രൂപത്തിൽ സ്വർഗീയ ഫുഡും എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞുകൂടുന്നു. കണ്ടോ നീ എനിക്ക് കിട്ടിയ കൊട്ടാരത്തിന്റെ സൗന്ദര്യം എന്നൊക്കെ ഇവൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ അവൻ പറയാണ്, എടോ എനിക്കതൊന്നും വേണ്ട, അതിന്റെ ഒരു
തിണ്ണയിൽ എവിടെയെങ്കിലും കയറിയിരിക്കാനുള്ള ഒരു ചാൻസ് തരുമോ? അപ്പോഴാണ് ഈ വിളി. മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം. ഏത് ഇവൻ ആവശ്യപ്പെടും അതിന്റെ ഒരു തിണ്ണയിലെങ്കിലും കയറിയിരിക്കാൻ അനുവദിക്കോ? ഈ റിപ്പോർട്ടിലുള്ളത് ഉടനെ തന്നെ വിളിക്കുന്നതായിട്ടാ. ഹലുമ്മ ഹലുമ്മ വാ വാ ഫയതീഹി അഹദുഹും. അപ്പൊ അവനിങ്ങനെ വരികയാണ്. അന്ന് അബൂബക്കറിനെ പരിഹസിച്ചിരുന്ന ജാഫർ ഓടി വരുന്നു. എന്തിന്? ഇതിലേക്ക് കയറാന്ന് കരുതിയിട്ടേ നരകത്തുനിന്ന് ഓടി വരിക. റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസിൽ അതില്ല. ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിൽ നബി തങ്ങൾ പറഞ്ഞു അവനിങ്ങനെ ഓടി വരുന്ന സമയത്ത് ഉഹുദ് മലയോളം വലുപ്പമുള്ള തീജ്വാലകളെ കീറി മുറിച്ചിങ്ങനെ വരുന്നത് കാണാം. കാരണം നരകത്തുനിന്നല്ലേ വരുന്നത്, നരകത്തിലൂടെയല്ലേ ഓടുന്നത്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിന്റെ വാതിൽക്കലെത്തുമ്പോ, പടിവാതിൽക്കലെത്തുമ്പോ അവന്റെ മേൽ വാതിലടക്കും. ഈ ഹദീസിൽ പറഞ്ഞത് ടെൻഷനും വേദനയും ഒക്കെ ആയിട്ട് അവൻ ഓടി വരും. അപ്പോൾ അവൻ എത്തിക്കഴിഞ്ഞാൽ അവനെതിരെ വാതിൽ കൊട്ടിയടക്കും. അതോടുകൂടെ നരകത്തെ കാക്കുന്ന മലക്കുകൾ ഒരൊറ്റ തട്ട നരകത്തിന്റെ ഒത്ത സെന്ററിൽ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇവൻ വീണ്ടും നരകത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കും ഇവന്. എന്നിട്ട് ഇവിടുന്ന് അബൂബക്കർ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ വീണ്ടും ഫയറാഹു സവാ ജഹന്നം, നരകത്തിന്റെ ഒത്ത സെന്ററിൽ അവൻ അങ്ങനെ കാണാം. അപ്പൊ ഇവനെ വിളിക്കാണ് വീണ്ടും, വാടാ നീ എന്തേ കയറാതിരുന്നത്? എടാ നീ എന്നെ പറ്റിച്ചതല്ലേ, ഞാൻ വരുമ്പോ നീ വാതിൽ ക്ലോസ് ചെയ്തില്ലേ, പറ്റിക്കരുത് മോനെ, ഈ അദാബ് കടുപ്പമുള്ളതാണ്. അന്ന് ഞാൻ നിന്നെ പരിഹസിച്ചു, ശരിയാണ് മോളെ, അന്ന് എനിക്ക് വിവരമില്ലായിരുന്നു, രക്ഷപ്പെടുത്തോ എന്ന് ചോദിച്ചിട്ട് നരകത്തിൽ നിന്ന് ഓടിവരും. ഇതേ രൂപത്തിൽ വിളിക്കുന്നു. വന്നടുത്തെത്തുമ്പം വാതിലടക്കുന്നു, വീണ്ടും വിളിക്കുന്നു. അങ്ങനെ വന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ പറയാം അവസാനം വിളിച്ചാൽ വരാതെയാകും. അവസാനം വിളിച്ച് പിന്നെ വരാതെയാകും. മിനൽ യാസീൻ, നൈരാശ്യം കൊണ്ട് അങ്ങേയറ്റത്തെ നിരാശ ഒന്നും ഇനി എന്തായാലും വാതിലടക്കുന്നു ഉറപ്പിച്ച് പിന്നെ വരാതെ ആ അവസ്ഥ വരെ. അതിനൊക്കെ എത്ര വട്ടം വിളിക്കണം? കാരണം നരകത്തിലാണുള്ളത്, പരമാവധി പോവുമല്ലോ. അവസാന ഘട്ടം വരെ അവനെ വിളിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇതാണ് അല്ലാഹു തആല സൂറത്തുൽ മുത്തഫിഫീനയിലൂടെ നമ്മെ പഠിപ്പിച്ചത്. സൂറത്തുൽ മുത്തഫിഫീനയിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. ഇന്നല്ലദീന അജ്റമൂ, തീർച്ചയായിട്ടും കുറ്റവാളികൾ, ഇവിടെ റൗഡികളായി നടന്നവർ, മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ, നല്ല നിലക്ക് നടക്കുന്ന മതബോധമുള്ള മതചിട്ടയുള്ള മുഅ്മിനീങ്ങളെ പരിഹസിക്കുന്നവരായിരുന്നു അവർ. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. താടി വെക്കുന്നവരെ, തലപ്പാവ് വെക്കുന്നവരെ, തൊപ്പിയിട്ടവരെ, അതുപോലെ തന്നെ നെരിയാണിയുടെ മേലെ മുണ്ടുടുത്തവരെ, പർദ്ദ ധരിച്ചവരെ, ഇസ്ലാമിക ചിട്ടയണിഞ്ഞവരെ, അതാ ആ ചിട്ടയോടുകൂടെ നീങ്ങുന്നവരെ ഇവിടുത്തെ റൗഡി ടീം പരിഹസിക്കുകയായിരുന്നു. എടോ നിനക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ലേ? ഈ മൊല്ലാക്കന്മാരുടെ ടീമിൽ നടക്കുന്നു. നീ നല്ല വിദ്യാഭ്യാസവും ഡിഗ്രിയും ഒക്കെ ഉള്ളവനല്ലേ? നല്ല ഡിഗ്രിയും വിദ്യാഭ്യാസ എഡ്യൂക്കേറ്റഡായി ഉയർന്ന പല ആളുകളും, വിദ്യാസമ്പന്നരായ പലരും, ആ വിദ്യാസമ്പന്നരായ ആളുകളെ അവരുടെ ടീം അതാ വീണ്ടും ആ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ വഇദാ മറൂ ബിഹിം യതഗാമസൂൻ. അവർ ഈ നല്ലവരുടെ അടുത്തുകൂടെ നടന്നു പോവുകയാണെങ്കിൽ, ഈ വേദി കാണുന്ന സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നല്ലദീന അജ്റമൂ എന്ന് പറഞ്ഞ ടീം, അവർ പറയും, ഒരാളങ്ങനെ വിളിച്ചു പോകുന്നു, മറ്റുള്ളവരൊക്കെ അങ്ങനെ കേട്ടിരിക്കുന്നു, പൊട്ടന്മാര് എന്നവർ പറയും. അതേ, വഇദാ മറൂ ബിഹിം യതഗാമസൂൻ, നല്ല സദസ്സിന്റെ അടുത്തുകൂടെ അവർ നടന്നു പോകുമ്പോ, നല്ലവരുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ യതഗാമസൂൻ, അവര് ആംഗ്യ ഭാഷയിൽ പരിഹസിക്കും. യതഗാമസൂൻ, കണ്ണുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ആക്കി സംസാരിക്കുക, അതിനാ തഗാമസ് എന്ന് പറയാം. യതഗാമസൂൻ വഇദൻഖലബൂ ഇലാ അഹ്ലിഹിം മുൻഖലബൂ ഫഖീൻ. അങ്ങനെ ഇവൻ പോകുന്നത് എവിടത്തേക്കാ? ഇവൻ പോകുന്ന വഴിമധ്യേ കണ്ടതാണ് സ്വലാത്ത് ചൊല്ലുന്ന ടീമിനെ, പോകുന്ന വഴിമധ്യേ കണ്ടതാണ് മർക്കസ് സമ്മേളനത്തിന്റെ ബോർഡ് എഴുതുന്ന ടീമിനെ, ഏതുമാവാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ടീമിനെ. അപ്പൊ ഇവൻ പരിഹസിച്ചു നേരം
നേരം വെളുക്കാത്തൊരു ടീം. ഇവർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല കേട്ടോ. അതെ, അതൊക്കെ ഖുർആൻ തന്നെ പറയാൻ പോകുന്നു. അങ്ങനെ ഇവൻ പോകുന്നത് എവിടേക്കാ? നിശാ ക്ലബിലേക്കാണ്. ഇവൻ പോകുന്നത് കൂത്താട്ട കേന്ദ്രങ്ങളിലേക്കാണ്. അങ്ങനെ അവന്റെ ടീമിന്റെ അടുത്തെത്തുമ്പോ ഇദൻഖലബൂ ഇലാ അഹ്ലിഹിം, അവരുടെ ടീമിലേക്ക് അവർ തിരിച്ചു ചെന്നാൽ ഇൻഖലബൂ ഫഖീൻ, വഴിയിൽ കണ്ട കഥ പറഞ്ഞ് അവർ രസിച്ചുകൊണ്ടാണ് തിരിച്ചെത്തുന്നത്. ഞങ്ങൾ പോരുമ്പം കുറച്ച് പോയത്തക്കാരെ കണ്ടു എന്നാ പറയുന്നത്. അത് പറഞ്ഞവർ ചിരിക്കുന്നു. അവര് നല്ല ജനങ്ങൾ ഒത്തുകൂടിയത് കണ്ടാൽ ഖാലൂ, അവര് പറയും ഇന്ന ഹൗലാഇ ലദാല്ലൂൻ. എത്ര വലിയ മുതലാളിയാണെന്നറിയോ ഇയാൾ? വലിയൊരു ധനാഢ്യനാണ്. അയാളെ തുണി കണ്ടില്ലേ? മുട്ടോളമുള്ളൂ. ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, നല്ല മനുഷ്യന്മാരെ. ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, തീർച്ചയായും ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല. ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, ഇത് നേരം വെളുക്കാത്ത ഒരു ടീമാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. വമാ ഉർസിലൂ അലൈഹിം ഹാഫിളീൻ, അതിന് മറുപടി പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, അല്ലാഹ് ശക്തമായി ഇടപെടുന്നു ഇതിൽ. വമാ ഉർസിലൂ അലൈഹിം ഹാഫിളീൻ, എന്നെ അനുസരിച്ച് ജീവിക്കുന്ന എന്റെ മോമിനീങ്ങളെ കാണുമ്പോ അവരവരെ കൊഞ്ഞനം കുത്തണ്ട, അവരെ കൊച്ചാക്കണ്ട, അവരെ മക്കാറാക്കണ്ട. വമാ ഉർസിലൂ അലൈഹിം ഹാഫിളീൻ, ഞാൻ അവരുടെ കാര്യം നോക്കാൻ അവരുടെ വാഠന്മാരായിട്ട് ഇവരെ ഞാൻ അയച്ചിട്ടില്ലല്ലോ. ഇവരെന്തിനാ എന്റെ അടിമകളുടെ കാര്യം നോക്കുന്നത്? ഇവർക്ക് വരെ പണിയെടുത്താ പോരെ? നിങ്ങൾ എന്തിനാണോ എന്റെ അടിമകളുടെ കാര്യം നോക്കുന്നത്? നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോ. ഉർസിലൂ അലൈഹിം ഹാഫിളീൻ, അതങ്ങ് അവതരിപ്പിച്ചിട്ട് അല്ലാഹ് ശേഷം പറയുന്നു, ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹകൂൻ, എന്നാൽ ഇന്നേ ദിവസം. ഇതെപ്പോഴാ പറഞ്ഞതെന്നറിയോ? സ്വർഗാവതരണം കഴിഞ്ഞിട്ടാ. അതിന് മുമ്പ് പറഞ്ഞ സ്വർഗാവതരണമാണ്. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദറതൻ നഈം യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്ലതനാഫസിൽ മുതനാഫിസൂൻ എന്ന് പറഞ്ഞ ആ സ്വർഗീയ അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നുണ്ടല്ലോ. നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ദിവസത്തെ വിഷയം ആയിരിക്കും അത്. സ്വർഗത്തിന്റെ ആ നിറപ്പകിട്ട് നമ്മളൊരു ദിവസം അവതരിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും സമഗ്രമായ വേദി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഇനി 5 നാളും കൂടെയാ ഉള്ളത്, പകുതി ദിവസങ്ങൾ പിന്നിട്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ഒത്തുകൂടിയതിന്റെ മഹത്വം കൊണ്ട് എന്നെയും നിങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ദുആരക്കാൻ പറ്റിയ നല്ല വേദിയാണെന്ന് പലരും ഇന്നലെയും മിനിയാന്നൊക്കെ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ടാണ് പലരും ഈ വേദിയിലെത്തുന്നത്. കാരണം ഇത്രയും ആളുകൾ ഉണ്ടാവുമ്പോൾ, ആയിരക്കണക്കിന് സഹോദരിമാർ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരാളാമീനെങ്കിലും ഇതെല്ലാം കൂടെ മോശാവുമോ? ഈ ഇരിക്കുന്നത് മുഴുവനും മോശാകുക എന്ന് പറഞ്ഞാൽ അതെന്തായാലും നടക്കൂലല്ലോ. അവസാന കാലഘട്ടത്തിലും നല്ല ഒരു വിഭാഗം കഷ്ടിച്ചെങ്കിലും സ്വർഗത്തിൽ പോകുന്നവരുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹ് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണല്ലോ. അസ്ഹാബുൽ യമീൻ സൂറത്തുൽ വാഖിയ, അതിന്റെ വിശദീകരണം നിങ്ങൾ നേരത്തെ കേട്ടതായിരിക്കും സീഡികളിലൂടെ. 19 സീഡികളിൽ സൂറത്തുൽ വാഖിയ വിശദീകരിച്ചിട്ടുണ്ട്. SOS സ്റ്റേറ്റ് കമ്മിറ്റി അത് നേരത്തെ പുറത്തിറക്കിയതാ. കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങി കേൾക്കണം. അസ്ഹാബുൽ യമീൻ മധ്യമവർഗം എന്ന് പറഞ്ഞാൽ മധ്യമ വിഭാഗാരാ കഷ്ടിച്ച് സ്വർഗത്തേക്ക് പോകണം. അവരെ കുറിച്ച് പറഞ്ഞത് അവര് സുല്ലത്തും മിനൽ അവ്വലീൻ വ സുല്ലത്തും മിനൽ ആഖിരീൻ. മുഖറബീങ്ങളെ കുറിച്ച് പറഞ്ഞത് സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ. അത് ഇഷ്ടംപോലെ ഉണ്ടാവും. കാരണം റസൂലുള്ളാഹിന്റെ കാലം ഇങ്ങനെ പരിശോധിച്ചാൽ സിദ്ദീഖുൽ അക്ബറും മുഖറബാണ്, ഉമർ ഇബ്നു ഖത്താബും മുഖറബാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനും മുഖറബ്, ഒക്കെ മുഖറബായിരിക്കും. സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ. പിൽക്കാലക്കാരിൽ മുഖറബീങ്ങളെ തെരഞ്ഞാലോ വിരലിൽ എണ്ണാൻ പറ്റുന്നവരെ കിട്ടൂല ഒരു പൂർണ്ണ മുത്തക്കിയെ. എന്നാലോ കഷ്ടിച്ച് സ്വർഗത്തിൽ കിടക്കുന്നവരെ പറ്റി പറഞ്ഞു, സുല്ലത്തും മിനൽ അവ്വലീന വ സുല്ലത്തും മിനൽ ആഖിരീൻ. മുൻകാലക്കാരിലും പിൻകാലക്കാരിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പൊ ഇന്നുമുണ്ട് ധാരാളം സ്വർഗാവകാശികൾ, ഉറപ്പിച്ച് പറയാം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഈ ഇത്രയും ആളുകൾ ഇരിക്കുമ്പോ ഒരു സ്വർഗാവകാശി അല്ല, ഭൂരിപക്ഷവും സ്വർഗാവകാശികളായിരിക്കൂലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കി തരട്ടെ. നോക്ക്, നിങ്ങൾ അല്ലാഹ് പറയുന്നു ഈ ദിവസം സ്വർഗത്തിൽ നിന്ന് ഫൽയൗമല്ലദീന ആമനൂ, എന്റെ വിശ്വാസികൾ, മിനൽ കുഫാരി, നന്ദി കെട്ട വർഗത്തെ. നേരത്തെ പറഞ്ഞ ഇന്നല്ലദീന അജ്റമു, അവരെ പറ്റിയാ മിനൽ കുഫാർ എന്ന് പറഞ്ഞത്. തെറ്റ് ചെയ്യുന്ന മുഅ്മിനീങ്ങളും പെടും. മിനൽ കുഫാർ, നന്ദി കെട്ട വർഗത്തെ യദ്ഹകൂൻ,
പരിഹസിക്കും. ആ പരിഹാസം അപ്പൊ പറഞ്ഞു. സ്വർഗത്തുനിന്ന് നരകത്തുനിന്ന് സ്വർഗത്തേക്ക് ഇങ്ങനെ വിളിക്കുക, വരുമ്പോ വാതിലടക്കുക, അങ്ങനെ മോഹിപ്പിക്കുക, നുണപ്പിക്കുക. വെച്ചാട്ടി നുണപ്പിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചടപ്പുള്ളൊരു സംഗതിയാണല്ലോ. അതാ നടക്കുന്നത്. എന്നിട്ട് ഇവരോ അലല്ലറായിക്ക് എന്തൂൻ ഡെക്കറേഷൻ ചെയ്തൊരുക്കിയ സോഫാ ബെഡുകളിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഈ ഇവരെ പരിഹസിച്ചിട്ട് ഇത് ആഘോഷിക്കും. ദുന്യാവിലും മറ്റോലാഘോഷിച്ചതുപോലെ അലല്ലറായിക്ക് എന്തൂൻ. എന്നിട്ടല്ല ചോദിക്കുകയാണ്, ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. നന്ദി കെട്ടവർ അവർ ചെയ്തതിന് പകരമായിട്ടില്ലേ? അവർക്ക് നന്ദി കെട്ടവർക്ക് പ്രത്യുപകാരമായിട്ടില്ലേ? അതിനുള്ള പ്രതിഫലമായിട്ടില്ലേ? ഇവിടുന്ന് പരിഹസിച്ചതിന് അതേ രൂപത്തിൽ തന്നെയുള്ള തിരിച്ചടി ഇതായിട്ടില്ലേ? ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഒരു കാരണവശാലും നമ്മൾ പ്രവാചകന്മാരെ കൊഞ്ഞനം കുത്തരുത്, പ്രവാചകന്മാരെ നിന്ദിക്കരുത്, പ്രവാചകന്മാരുടെ സുന്നത്തുകളെ ഒരിക്കലും കൊഞ്ഞനം കുത്തരുത്. ആ സുന്നത്തുകൾ വിളിച്ചു പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിൽക്കാലത്ത് പ്രബോധകരാകുന്ന ആലിമീങ്ങൾ അവര് പറയുന്ന കാര്യങ്ങളെ കൊഞ്ഞനം കുത്താൻ പാടില്ല. എന്തുകൊണ്ട്? എന്റെ ഉമ്മത്തിലുള്ള ആലിമീങ്ങൾ ബനൂ ഇസ്രായേൽ അമ്പിയാക്കളെ പോലെയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആലിമീങ്ങളിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി, ശക്തമായി പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആലിമീങ്ങളെ നമ്മൾ തെറി പറയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അത്തരം സംഗതികൾ വന്നു പോകുന്നത് കരുതണം എന്ന് പ്രത്യേകം പറയാണ്. അല്ലാഹ് കൊടുത്ത നിഅ്മത്തുകൾ അത് തിരിച്ചറിഞ്ഞിട്ട് അവരതിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർക്കല്ല കാത് കൊടുത്തു, അവർക്കല്ല നാക്ക് കൊടുത്തു. ആ നാക്കിനല്ല ബലം കൊടുത്തപ്പോ എനിക്കെന്തിനാ അല്ല നാക്ക് തന്നത്? യതീമിനെ പോറ്റാനല്ലേ? എനിക്കെന്തിനാ അല്ല നാക്ക് തന്നത്? സാധുക്കളെ സംരക്ഷിക്കാനല്ലേ? കിണറില്ലാത്തവർക്ക് കിണർ ഒഴിച്ചു കൊടുക്കാൻ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, പാവപ്പെട്ടവന്റെ മക്കളെ പഠിപ്പിക്കാൻ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ, സമൂഹ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കാൻ, അതിനൊക്കെയാണ് അള്ളാഹ് എനിക്ക് നാക്ക് തന്നതെന്ന് തിരിച്ചറിഞ്ഞു. സാധുവിനെയും യതീമിനെയും സംരക്ഷിക്കാൻ വേണ്ടി അതാ വലിയ വലിയ മനുഷ്യന്മാർ അവരുടെ നാക്കുപയോഗിക്കുന്നു. അള്ളാഹ് പറയുന്നത് കാണാം. ആയത്തതും കൂടെ ഓതിയിട്ടൊരു മിനിറ്റേ നിങ്ങൾ ഇരിക്കേണ്ടതുള്ളൂ. അതും കൂടെ ഓതിയിട്ട് നമുക്ക് പറയാം. അല്ലാഹു പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. സൂറത്തുൽ ബലദിലാണെന്നാ എന്റെ ഓർമ്മ. അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നമ്മൾ രണ്ട് കണ്ണുകൾ കൊടുത്തില്ലേ? വലിസാനം വശഫതൈൻ, സുന്ദരമായ രണ്ട് ചുണ്ടുകളും നമ്മൾ നൽകിയില്ലേ? നാക്കും കൊടുത്തില്ലേ? വലിസാനം വശഫതൈൻ. ഇതൊക്കെ കൊടുത്തിട്ട് അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ, നേരിന്റെയും അതുപോലെ തന്നെ വഴികേടിന്റെയും രണ്ടു മാർഗങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. വഹദൈനാഹു നജ്ദൈൻ. എന്നിട്ടും എന്തുകൊണ്ട് ഫലഖ്തഹമൽ അഖബ, അയാള് കടമ്പ കടക്കാൻ തയ്യാറായില്ല? ആ നാക്കും കണ്ണും മൂക്കുമൊക്കെ ഉപയോഗിച്ച് എന്തുകൊണ്ട് കടമ്പ കടന്നില്ല? ഏതാ ഈ കടമ്പ? ഇസ്ലാമിക നിയമവിലക്കുകളാണ് ഈ കടമ്പ, തക്ലീഫാണ് ഈ കടമ്പ. അല്ലാഹ് പറയുന്നു, വമാ അദ്റാക മൽ അഖബ, അയാള് കടക്കേണ്ട കടമ്പ ഏതാണെന്ന് നബിയെ നിങ്ങൾക്കറിയോ? അയാൾ കടന്നു തീർക്കേണ്ട കടമ്പ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. ഫലഖ്തഹമൽ അഖബത വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. എന്തിനാ നാക്ക്? കേട്ടോളൂ, ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കാൻ. വേറെ ഒരു തഫ്സീർ പ്രകാരം കടത്തിൽ കുടുങ്ങിയവന്റെ തല കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ. ഒരു കിണർ കുഴിക്കാൻ കഴിയാതെ, ഒരു മോളെ കെട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ. അതെ, പ്രതിസന്ധികളിൽ കുടുങ്ങിയവന്റെ തലയൂരി കൊടുക്കുക. ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ, പട്ടിണിയുള്ള നാടുകളിൽ ഭക്ഷണം കൊടുക്കുക. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ആർക്കാ കൊടുക്കേണ്ടത്? അനാഥക്കും അഗതിക്കുമൊക്കെ കൊടുക്കണം. ഇതിനാ ഞാൻ നാക്ക് കൊടുത്തത്. എന്നിട്ട്
പിന്നെയാ അല്ലാഹു പറയുന്നത് സുമ്മകാന മിനല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്. പിന്നെയാണ് ഏത് ചെയ്യേണ്ടത്? ഈമാൻ വേണ്ടത്, പിന്നെയാണ് സൽക്കർമ്മങ്ങൾ വേണ്ടത്, പിന്നെയാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യമായി അല്ലാഹു പറഞ്ഞത് കാരുണ്യ പ്രവർത്തനത്തിനാണ് നാക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട സദസ്സ്, എല്ലാവരും മനസ്സിലാക്കുക, അല്ലാഹു നാക്ക് നൽകിയത് യതീമിനെ സംരക്ഷിക്കാനാണ്, സാധുക്കളെ സംരക്ഷിക്കാനാണ്. ആയിരക്കണക്കിന് യതീമുകളെയും സാധുക്കളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഭക്ഷണപ്പൊരയിൽ വിറകുപര പോലും ഈ സമൂഹത്തിന് സമർപ്പിക്കാത്തവര്, ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നവർക്കെതിരിൽ അവരുടെ നാക്ക് പ്രയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, അല്ലാഹു നാക്ക് തന്നത് യതീമിനെ സംരക്ഷിക്കാനാണ്, അഗതികളെ സംരക്ഷിക്കാനാണ്. യതീമിനെയും അഗതികളെയും തന്റെ ഉത്തരവാദിത്ത ബോധം തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കുന്നവരെ പിടിച്ചു കെട്ടാനല്ല അല്ലാഹു നാക്ക് തന്നിരിക്കുന്നത്, അണ്ണാക്കില് എന്ന ബോധം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. എന്റെ അണ്ണാക്കിൽ നാക്കു തന്നെങ്കിൽ ഞാൻ അവനെ പിടിച്ചു കെട്ടിയിരിക്കും. അരുത് സുഹൃത്തെ, പറഞ്ഞിരിക്കരുത്. അള്ളാഹു പുറത്തു തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഈ വേദി അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി ഭാഗം തുടരും എന്ന് എല്ലാവരോടും ഉണർത്തുന്നു.